അല്ലാഹുവാണ് വലിയവനെന്നുള്ള ഏറ്റവും വലിയ ബോധമുണ്ടല്ലോ, ആ ബോധമാണ് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ചില ആളുകളൊക്കെ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിക്കു വ്ലോഗ് എന്ന് പറയുന്ന ഒരു വ്ലോഗറുടെ ഒരു വീഡിയോ കാണാനിടയായേ. അല്ലാഹുവേ, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തരികയാണ്. ഞാനതിങ്ങനെ നോക്കിയ സമയത്ത് ആ ചെറുപ്പക്കാര് ചെയ്യുന്ന പ്രവണത എന്താണെന്നറിയോ? ഭൂമിയിൽ ഒരു കുഴി ഇങ്ങനെ കുഴിച്ചുണ്ടാക്കുകയാണ്. ആ കുഴി കുഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരുപാട് പൈപ്പുണ്ട്, അതിങ്ങനെ വല്ലാതെ മോഡിഫിക്കേഷൻ ചെയ്യുകയാണ്. അതിൽ കിടക്കാനും ഇരിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വായു മുകളിൽ നിന്ന് ഉള്ളിലേക്ക് ലഭിക്കാൻ ഒരു പൈപ്പ് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരിങ്ങനെ തമാശ രൂപത്തിൽ അതൊക്കെ, എന്നിട്ടതിങ്ങനെ കല്ലും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ആ ഒരു കുഴി അങ്ങ് മൂടുകയാണ്. അതിലേക്ക് 2 ചെറുപ്പക്കാർ ഇറങ്ങുന്നുണ്ട്. ഒന്ന് ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന മുതലാളിയാണ്, രണ്ടാമത്തത് അവന്റെ കൂട്ടുകാരനാണ്. അതിലേക്ക് ഇറങ്ങിയതിന്റെ ശേഷമുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ, മുകളിൽ നിന്ന് ആളുകൾ മണ്ണിട്ട് മൂടുകയാണ്. അതിൻ്റെ ഉള്ളിൽ ക്യാമറയുണ്ട്, അവർക്ക് ലൈറ്റ് സംവിധാനങ്ങളുണ്ട്, അവർക്ക് മൊബൈൽ ചാർജ് ചെയ്യാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ അതിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ ആർഭാടമായി ചാടിക്കളിക്കുന്നുണ്ട്. പാട്ടും മറ്റുമൊക്കെ ഇട്ട് അവരിങ്ങനെ ആഹ്ലാദിക്കുന്നുണ്ട്. പടച്ചവനെ, രാത്രി സമയമായപ്പോൾ ശക്തമായ മഴ വരികയാണ്, കാറ്റ് വരികയാണ്. റബ്ബേ, അവർ പേടിച്ച് വിറക്കുന്ന വീഡിയോ കാണുകയാണ്. അവരിങ്ങനെ വല്ലാതെ അവിടെ നിന്ന് ഭയപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ അവർ പുറത്തുള്ളവർക്ക് സിഗ്നൽ കൊടുക്കുകയാണ്. പടച്ചവനെ, ഒരുപാട് ശ്രമകരമായ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ആ ചെറുപ്പക്കാരൻ അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്തെന്നറിയോ? പുറത്ത് ശക്തമായ മഴയാണ്, ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാൻ തുടങ്ങി, മണ്ണിടിഞ്ഞ് വീഴാൻ തുടങ്ങി. അല്ലാഹുവേ പടച്ചവനെ, അവർ വലിയ അഹങ്കാരത്തോടു കൂടെയാണ് അതിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിയത്. അവർ വലിയ ആർഭാടത്തോട് കൂടിയിട്ടാണ് അതിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിയത്. ഞങ്ങളെ കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയും, ഞങ്ങൾ ഈ സമൂഹത്തിൽ ഞങ്ങളുടെ ഒരുപാട് ഒരു കഴിവ് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കും, ആരെ കൊണ്ടും കഴിയാത്തത് ഞങ്ങൾ ചെയ്യുമെന്ന ദാഢ്യമായിരുന്നു. അതിന്റെ മുമ്പുള്ള ഓരോ സംസാരങ്ങളും ഓരോ വാക്കുകളും എങ്ങനെ എന്ത് പറഞ്ഞിട്ട് കാര്യമെന്താ? ഏറ്റവും വലിയവൻ പടച്ച തമ്പുരാനാണ്. ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ എത്ര വലിയ കഴിവുള്ളവനെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവസാനം ആ ചെറുപ്പക്കാരെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് കണ്ടുപോയത്. ആ ചെറുപ്പക്കാര് ക്ഷീണം കാരണത്താൽ റെസ്റ്റിലായ സമയമാണ് കണ്ടുപോയത്. എൻ്റെ പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം, നമുക്ക് മുമ്പ് കടന്നു പോയ ചില ആളുകളുണ്ടായിരുന്നു. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് പടച്ച തമ്പുരാൻ, ഞാനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്, എന്നെ കൂടാതെ ഇവിടെ ഒന്നും കഴിയില്ല എന്നവിടുന്ന് പറഞ്ഞിരുന്ന ഫിറഔന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അഹങ്കാരത്തോട് കൂടെ നടന്നിരുന്ന ഹാമാനെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ചരിത്രങ്ങളൊന്ന് പഠിക്കും മോനെ, ചരിത്രങ്ങളൊന്ന് പഠിക്കുക. എന്നിട്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കുക. അപ്പൊ നമുക്ക് ബോധ്യമാകും പടച്ചവനെ, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ എന്താണ് കാണുന്നത് എന്ന് അപ്പൊ നമുക്ക് ബോധ്യമാകുമല്ലോ. അവരൊക്കെ ഇവിടെ നിന്ന് എന്ത് കൊണ്ടുപോയെന്ന് ചിന്തിച്ചു നോക്ക്, അവരൊക്കെ എന്താണ് ഇവിടെ പറഞ്ഞിരുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. അവസാന സമയം അവരുടെ അവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാകും, എന്റെ പ്രിയമുള്ളവരെ, എന്താണ് നമ്മൾ അഹങ്കരിച്ചാലുള്ള അവസ്ഥ. ഈ ചെറുപ്പക്കാര് ചെയ്യാൻ
അവരുടെ വർത്താനം, അവര് മുമ്പുള്ള സംസാരങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞങ്ങളെ കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയും, ഞങ്ങൾ ഓക്കെയാണ് എന്നുള്ള നിലപാട്. പക്ഷെ അവസാനം അതിൻ്റെ ഉള്ളറയിൽ പെട്ടുപോയ സാഹചര്യമായിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ കാണാൻ കഴിഞ്ഞത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വെല്ലുവിളിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതുപോലെയുള്ള അവസ്ഥകളായിരിക്കും ഓരോരുത്തരും. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റബ്ബിനെ കളിയാക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് അല്ലേ?